നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചരക്ക് ലോറി സമരം പിൻവലിച്ചു. ഒത്തുതീർപ്പ് സംയുക്ത സമരസമിതി ഡീലേഴ്സുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉടമകൾ. നാളെ മുതൽ ചരക്ക് നീക്കം ആരംഭിക്കും. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ കടിച്ച പട്ടിക്ക് പേ വിഷബാധ. സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിൽ. തെരുവ് നാശല്യം പരിഹരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കും. ജോലി നേടിയ ഭിന്നശേഷിക്കാർക്ക് തണലിന്റെ അനുമോദനം. ചടങ്ങ് ഡിസംബർ 2 അവേര കിത്മ തണൽ വീട്ടിൽ. ആദരവ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ ദാതാക്കൾക്കും. ഒപ്പം പുതിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ. വാർത്തകൾ വിശദമായി. ചരക്ക് ലോറി സമരം പിൻവലിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ ലോറി ഏജന്റ്സ്, ലോറി ഓണേഴ്സ്, ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവ സംയുക്തമായി നടത്തിയ അനിശ്ചിതകാല ചരക്ക് ലോറി സമരമാണ് ഒത്തുതീർപ്പിൽ എത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ 25-ാം തീയതി നടത്തിയ അനിശ്ചിതകാല സമരം നമ്മൾ പിൻവലിക്കുന്നതായിട്ടാണ് അറിയിക്കുന്നത്. അതിൽ നമ്മൾ ഉന്നയിച്ച വാടക വർധനവ് എല്ലാ മേഖലയിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പ്ലൈവുഡ് മർച്ചൻ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ സ്ക്രാപ്പ് മർച്ചൻ്റ്, റബ്ബർ, ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള TCI പോലത്തെ കമ്പനികൾ, അങ്ങനെ എല്ലാവരും വാടക വർധനവ് നമ്മുടെ ആവശ്യം നല്ല രീതിയിൽ പരിഗണിച്ച് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനിശ്ചിതകാല സമരം നമ്മൾ അവസാനിപ്പിക്കുന്നതായാണ് നമ്മൾ അറിയിക്കുന്നത്. വാടകയിൽ 7% മുതൽ 8% വരെ വർദ്ധിപ്പിച്ചു തരാമെന്ന് പ്ലൈവുഡ് സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ചരക്ക് ലോറി സമരം പിൻവലിച്ചത്. ലോറി ഏജന്റുമാർക്ക് ചരക്കുകൾ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ലെന്ന് ഭാരവാഹികളായ അഷ്റഫ് എടക്കാട്, അബ്ദുൽ ഖാദർ, K സലീം, K ഹാഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ TB ആൻഡ് എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ സോനു B നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 3 മണിക്ക് ടൗൺ സ്ക്വയറിലാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടക്കുക. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് HIV രോഗികളുടെ എണ്ണം ഈ വർഷം കുറവാണ്. ജില്ലയിൽ മാത്രം 20% രോഗികൾ കുറവുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ കൂടുതലായി എത്തുന്നതാണ് HIV വ്യാപനം വർദ്ധിപ്പിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ മുതൽ ഡിസംബർ 2 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സെമിനാറുകൾ, മത്സരങ്ങൾ, ക്യാമ്പയിൻ, ദീപം തെളിയിക്കൽ, ടെസ്റ്റിംഗ് ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനം. നമ്മുടെ എയ്ഡ്സ് ഡേ ആയി ബന്ധപ്പെട്ട് ഡിസംബർ 1 നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയ്ഡ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുന്നിലോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും കൂടെയൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഗൗരവം എന്താണ് എന്നുള്ളതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ എന്താണ് ഇപ്പോഴും പബ്ലിക്കിൻ്റെ റോൾ എന്താണെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസംബർ 1 വേൾഡ് വൈഡ് എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദി പ്രോഗ്രാം. ഒരു പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യണം. പിന്നെ നാളെയാണ് അതിൻ്റെ എയ്ഡ്സ് ഡേ സെലിബ്രേഷൻ ഒഫീഷ്യൽ ഇനോഗ്രേഷന് ഈവനിങ് ടൗൺ സ്ക്വയറിൽ 3 PM വെച്ചിട്ട് മിനിസ്റ്റർ കടന്നപ്പള്ളി അവരാണ് ചീഫ് ഗസ്റ്റ്. വാർത്താ സമ്മേളനത്തിൽ മീഡിയ ഓഫീസർ T സുധീഷ്, PV സുനിൽ, P അക്ഷയ, Y അബ്ദുൾ ജമാർ എന്നിവരും പങ്കെടുത്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ഹരിത വിദ്യാലയമായി ഏച്ചൂർ വെസ്റ്റ് UP സ്കൂളിനെ പ്രഖ്യാപിച്ചു. വിദ്യാലയത്തിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജലജ ടീച്ചർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ശുചിത്വം എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ശുചിത്വം?
എന്താണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ? 2025 മാർച്ച് അവസാനത്തോടെ സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനോടനുബന്ധിച്ചാണ് വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ ശുചിത്വ പരിപാടികൾ നടപ്പിലാക്കുന്നത്. കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും ശുചിത്വ ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് വിദ്യാലയങ്ങളിൽ ഹരിത ശുചിത്വ പ്രഖ്യാപനം വഴി ഉദ്ദേശിക്കുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഹരിത വിദ്യാലയ പ്രഖ്യാപനമാണ് ഏച്ചൂർ വെസ്റ്റ് UP സ്കൂളിൽ നടന്നത്. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ശുചിത്വ പ്രതിജ്ഞയെടുത്തു. പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീലത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക TO ജലജ, അധ്യാപകരായ CM സീന, VC സരിഷ്ണ, ഷിഹാബ് SH എന്നിവരും സംസാരിച്ചു. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലോ വളമാക്കി മാറ്റുന്നതാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന എല്ലാത്തരം വസ്തുക്കളുടെ ഉപയോഗവും ഞാൻ പരമാവധി. ഇന്ത്യൻ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ തലതിരിഞ്ഞ പല തീരുമാനങ്ങളും ട്രെയിൻ യാത്രക്കാരെ യാത്രയിൽ നിന്നും അകറ്റുകയാണെന്ന് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിവിഷൻ ലാഭകരമാക്കാൻ വേണ്ടി കൊമേഴ്സ്യൽ വിഭാഗം എടുക്കുന്ന പല തീരുമാനങ്ങളും ജനദ്രോഹവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. പയ്യന്നൂർ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ റെയിൽവേയുടെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി എന്നും റഷീദ് കവായി കുറ്റപ്പെടുത്തി. ഡിവിഷൻ ലാഭകരമാക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ വിഭാഗം എടുക്കുന്ന പല തീരുമാനങ്ങളും ജനദ്രോഹവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. പയ്യന്നൂർ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലെ റെയിൽവേയുടെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ഡിവിഷൻ ലാഭത്തിലാണെന്ന് വരുത്തിവെക്കാൻ ജീവനക്കാരെ ഒഴിവാക്കുന്ന നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാണുന്നത്. 8 ട്രെയിനുകളുണ്ട്. മണിക്കൂറുകളോളം വ്യത്യാസത്തിൽ മണിക്കൂറുകളോളം ഇവിടെ ഹാൾട്ട് ചെയ്യുന്ന അത് മംഗലാപുരത്തേക്ക് നീട്ടാൻ ഇവർ തയ്യാറല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ യശന്തപൂർ എക്സ്പ്രസ് കോഴിക്കോടേക്ക് നീട്ടാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞു, MP അടക്കമുള്ള ആളുകൾ പറഞ്ഞു. പക്ഷേ ഇതുവരെയും നീട്ടിയിട്ടില്ല. അപ്പോൾ ഈ വടക്കേ മലബാറിൽ ഓരോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങൾ കുറക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു രീതിയാണിത്. ഇതെവിടെയും മറ്റൊരു ഡിവിഷനിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല. ടിക്കറ്റ് കൗണ്ടറുകൾ കുറക്കുന്നു, ജനറൽ കോച്ചുകൾ കുറക്കുന്നു. ഇപ്പോൾ കൂട്ടു എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിലാണ്. മംഗലാപുരം നമ്മുടെ പാലക്കാട് ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പം ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മലബാറിലെത്തുമ്പോൾ അത് വേണ്ട രീതിയിലേക്ക് പരിഗണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് മലബാറിനും മാവേലിക്കും കണ്ണൂർ എക്സ്പ്രസിനും അതുപോലുള്ള ട്രെയിനുകളിലാണ് ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിക്കേണ്ടത്. ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ വർദ്ധിപ്പിക്കണ്ട എന്ന് ഞങ്ങളുടെ അഭിപ്രായമില്ല. പക്ഷേ ഇവിടെയുള്ള യാത്രാ ക്ലേശം രൂക്ഷമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് അത് വർദ്ധിപ്പിക്കേണ്ടതെന്നതാണ് നമ്മുടെ നയം. കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ATVMലൂടെ മാത്രമാണ് ഇപ്പോൾ ജനറൽ ടിക്കറ്റുകൾ കൊടുക്കുന്നത്. അതുതന്നെ ATVM മെഷീൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. പയ്യന്നൂരും തലശ്ശേരിയിലുമുള്ള സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് സീസൺ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല, സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് ട്രെയിനിൽ യാത്ര അപ്രാപ്യമായിരിക്കുകയാണ്. എല്ലാവരും ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി റെയിൽവേയുടെ ഭാഗത്തു നിന്നും വരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഡിസംബർ 14 യാത്രക്കാരുടെ കൂട്ടായ്മ 40 വർഷക്കാലമായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന TKC അഹമ്മദിനുള്ള ആദരവും 25 വർഷത്തിനു മുകളിലായി സീസൺ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവരെ ആദരിക്കുന്ന ചടങ്ങും നടത്തും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകാൻ റെയിൽവേ തയ്യാറാവണമെന്നും നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ NMRPC ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് കവായി, ജനറൽ കൺവീനർ ദിനു മൊട്ടമൽ, കോർഡിനേഷൻ ആർട്ടിസ്റ്റ് ശശികല, K ജയകുമാർ, P വിജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചരക്ക് ലോറി സമരം പിൻവലിച്ചു. ഒത്തുതീർപ്പ് സംയുക്ത സമരസമിതി ഡീലേഴ്സുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉടമകൾ. നാളെ മുതൽ ചരക്ക് നീക്കം ആരംഭിക്കും. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ കടിച്ച പട്ടിക്ക് പേ വിഷബാധ. സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിൽ. തെരുവ് നാശല്യം പരിഹരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കും. ജോലി നേടിയ ഭിന്നശേഷിക്കാർക്ക് തണലിന്റെ അനുമോദനം. ചടങ്ങ് ഡിസംബർ 2 അവേര ഖിത്മ തണൽ വീട്ടിൽ. ആദരവ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ ദാതാക്കൾക്കും. ഒപ്പം പുതിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ. വേണേലും പറയാം.
Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവ് നായക്ക് പേ വിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തിയ നായയുടെ പോസ്റ്റ്മോർട്ടം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നും നടത്തിയപ്പോഴാണ് തെരുവ് നായക്ക് പേ വിഷബാധയുണ്ടെന്ന് വ്യക്തമായത്. ബുധനാഴ്ച ഉച്ച മുതലാണ് തെരുവ് നായയുടെ അക്രമം ഉണ്ടായത്. ഇതിൽ 7 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ആദ്യം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിയോടെ പേപ്പട്ടി പരക്കെ യാത്രക്കാരെ ഓടിച്ചു കടിച്ച് പരിക്കേൽപ്പിച്ചു. ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്ന യാത്രക്കാർക്കും കടിയേറ്റു. യാത്രക്കാരിൽ മിക്കവർക്കും കൈകാലുകൾക്കാണ് കടിയേറ്റത്. പലരുടെയും കാലുകളിലെ ഇറച്ചി കടിച്ചെടുത്തു. ഒടുവിൽ റെയിൽവേ പോലീസും പോർട്ടർമാരും പോലീസും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് വടിയും കല്ലും ഉപയോഗിച്ച് നായിയെ തല്ലിക്കൊല്ലുകയായിരുന്നു. കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പെടുത്തിയിരുന്നു. ഇതിൽ 7 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. കടിച്ചത് പേപ്പട്ടിയാണെന്ന് അറിഞ്ഞതോടെ യാത്രക്കാർ ഭീതിയിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിയുന്ന 100ഓളം തെരുവ് നായ്ക്കളുണ്ടെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രൂക്ഷമായ തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ കണ്ണൂർ റെയിൽവേ ലോഞ്ചിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വകുപ്പ് മേധാവികളുടെയും യോഗത്തിൽ തീരുമാനം. പേ വിഷബാധയേറ്റെന്ന് സംശയിക്കുന്ന പട്ടികൾക്ക് വാക്സിനേഷൻ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പ്ലാറ്റ്ഫോമിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന് കണ്ണൂർ റെയിൽവേ അധികൃതർ നിർദ്ദേശിച്ചു. റെയിൽവേ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളിയാവൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, അസിസ്റ്റന്റ് ഡിവിഷൻ റെയിൽവേ മാനേജർ S ജയകൃഷ്ണൻ, സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ, പാലക്കാട് ഡിവിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് DC, RPF ഇൻസ്പെക്ടർ വർഗീസ്, കണ്ണൂർ റെയിൽവേ മാനേജർ സജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. പ്ലാറ്റ്ഫോമിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന് കണ്ണൂർ റെയിൽവേ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർപ്പിക്കാൻ ഇടമില്ലാത്തതിനാൽ പിടികൂടുന്ന നായ്ക്കളെ എന്ത് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വീണ്ടും യോഗം ചേരും. ഇന്ന് വൈകിട്ട് കോർപ്പറേഷനിലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം മേയർ മുസ്ലിം മഠത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഉത്രം സ്യൂയിങ് സിസ്റ്റംസ് ആൻഡ് ജാക്കി സ്യൂയിങ് മെഷീൻ കമ്പനി ലിമിറ്റഡ് എന്നിവ സംയുക്തമായി ഇവന്റ് ആൻഡ് യൂസർ കോൺഫറൻസും സ്വകാര്യ പ്രദർശനവും നടത്തുന്നു. 30-ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹോട്ടൽ ബ്ലൂ നൈനിൽ പ്രദർശനമേള നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനത്തിന്റെ ഭാഗമായി ജാക്കിന്റെ ഏറ്റവും ആധുനിക ഓവർലോക്ക് മെഷീനായ ജാക്ക് C7 ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ഉത്രം സ്വിങ് സിസ്റ്റം എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്ന് വരുവാണ്. നമ്മൾ ജാക്ക് സ്വിങ് മെഷീൻ വേൾഡിലെ തന്നെ ഇപ്പം നമ്പർ 1 ആയിട്ട് വരുന്ന, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസമുള്ളൊരു ബ്രാൻഡാണ് ജാക്ക് സ്വിങ് മെഷീൻ. ജാക്ക് സ്വിങ് മെഷീൻ്റെ കേരളത്തിലെ ഓതറൈസ്ഡ് ഏജൻ്റാണ് ഉത്രം സ്വിങ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ജാക്ക് സ്വിങ് മെഷീനെ എല്ലാ വർഷവും പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരികയും പുതിയ ന്യൂ ഐഡിയാസ് കൊണ്ടുവരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. എല്ലാ വർഷവും നമ്മൾ ഇന്നോവേറ്റീവായിട്ടൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ഓവർലോക്ക് സ്വിങ് മെഷീൻ്റെ ഒരു പുതിയൊരു ടെക്നോളജിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഉറൂസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. എല്ലാ ടൈപ്പ് ഫാബ്രിക്സും നമുക്ക് ഈസി ആയിട്ട് ഒരു മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും കൂടാണ്ട് തന്നെ നമുക്ക് നല്ല പവർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിങ് മെഷീനാണ് ഉറൂസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഉറൂസ് എന്ന് പറയുന്ന മെഷീൻ്റെ ലോഞ്ച് നമ്മൾ നാളെ ഇവിടെ കണ്ണൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലൂ നൈൽ എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇവൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ എൻഡ് യൂസേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഗാർമെൻറ്റ് ഫീൽഡിലുള്ള ഒരുപാട് എക്സ്പോർട്ടേഴ്സും അതേപോലെ ലോക്കലായിട്ട് നല്ല ഗാർമെൻറ്റ് യൂണിറ്റ്സ് നടത്തുന്ന ആൾക്കാരും എല്ലാവർക്കും ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയാർന്ന സ്വിംഗ് മെഷീൻ വിതരണക്കാരായ ഉത്തരം സ്വിംഗ് സിസ്റ്റം വ്യാവസായിക സ്വിംഗ് മെഷീനുകളുടെ ലോകത്തിലെ മുൻനിര ബ്രാൻഡായ ജാക്ക് സ്വിംഗ് മെഷീൻ കമ്പനി ലിമിറ്റഡും ചേർന്ന് നടത്തുന്ന പ്രദർശനത്തിൽ വ്യവസായ സംരംഭകർക്ക് പങ്കെടുത്ത് സംശയ നിവാരണം നടത്താം. പ്രദർശനത്തിന്റെ ഭാഗമായി ജാക്കിന്റെ ഏറ്റവും ആധുനിക ഓവർലോക്ക് മെഷീനായ ജാക്ക് C7 ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അലൻ സുരേഷ്, സന്തോഷ് കുമാർ, EP മഹീൻ, VM രാഹുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ അവേരിയിലെ ഖിത്മ തണൽ സ്നേഹ വീട്ടിൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ്ങിന് ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും തൊഴിൽ ദാതാക്കളെയും അനുമോദിക്കുന്നു. റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ജോലി ലഭിച്ച 50ഓളം വിദ്യാർത്ഥികളെയാണ് ഡിസംബർ 2 രാവിലെ 10 മണിക്ക് കണ്ണൂർ അവേര ഖിത്മ തണൽ വീട്ടിൽ നടക്കുന്ന പരിപാടിയിൽ അനുമോദിക്കുന്നത്. നമ്മളെല്ലാ ടൈപ്പും പലവിധ ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, OT ഉണ്ടാവും, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരു ടീം വർക്കിലാണ് സ്കൂൾ നടത്താൻ. കാരണം പലവിധ ആൾക്കാർ, പലവിധ കുട്ടികളുണ്ടാവും, പലവിധ പ്രശ്നങ്ങളുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മളെ സ്കൂൾ നടത്തുന്ന നല്ലൊരു സ്കൂൾ നമുക്ക് ഇപ്പോഴുള്ളത് കാഞ്ഞിരോടാണ്. കാഞ്ഞിരോട് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ കൊണ്ടുപോയി കാണിച്ചാൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടുള്ള വർക്കുകൾ. ജോലി നേടിയ ഭിന്നശേഷിക്കാരായ പൂർവ്വ വിദ്യാർത്ഥികളെയാണ് തണൽ അനുമോദിക്കുന്നത്. വേൾഡ് ഡിസബിലിറ്റി ഡേ ഡിസംബർ 3 അപ്പോൾ 2 നമ്മൾ കണ്ടക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു അവയർനെസ് നമുക്കറിയാം. കഴിഞ്ഞ നമ്മൾ ഈ പ്രോഗ്രാം സ്പേസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയ ഒരു മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങൾ നമ്മളോട് സഹകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് നമുക്ക് കിട്ടാൻ കാരണം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് 2 തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫൈങ് ദി ലീഡർഷിപ്പ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ഡിസബിലിറ്റി ഡേൻ്റെ തീം. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗവും ഒക്കെ നടത്തി ആ കുട്ടികൾ തന്നെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനോടൊപ്പം 2ാം ബാച്ചിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ, പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം, കോഴിക്കോട് വെച്ച് നടന്ന ഇൻഫിനിറ്റോ തണൽ ഇന്റർ സ്കൂൾ സ്പോർട്സ് മീറ്റിലെ വിജയികൾക്കുള്ള അനുമോദന പരിപാടികളും ഇതോടൊപ്പം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ OK അബ്ദുൽ സലാം, N രാമചന്ദ്രൻ, ഡോക്ടർ KP താജുദ്ദീൻ, OK അസ്ലം, P നിത്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. SNDP യോഗം ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്ന ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ അംഗത്വ പട്ടിക തയ്യാറാക്കാൻ യോഗം സെക്രട്ടറി ചുമതലപ്പെടുത്തിയ അരയാക്കി സന്തോഷ് ഇതേവരെ ശാഖകളിലെ വോട്ടർ പട്ടിക ക്രമീകരിച്ചു കൊടുത്തിട്ടില്ല. കാലാവധി കഴിഞ്ഞിട്ടും ഭാരവാഹിത്വത്തിൽ തുടരാനുള്ള ഹീന ശ്രമങ്ങളുടെ ഭാഗമാണ് യോഗം ഭാരവാഹികളുടെ നീക്കമെന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു. 2019 ശേഷം യോഗം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടില്ല എന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. SNDP യോഗം ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്ന ഹൈക്കോടതി വിധി അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത്. 200 പേർക്ക് ഒരു പ്രതിനിധി എന്ന കണക്കിൽ ശാഖകളിൽ കൂടി തെരഞ്ഞെടുക്കുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന യോഗം പൊതുയോഗം പ്രതിനിധികളായിരുന്നു സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നത്. 2019 ശേഷം യോഗം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടില്ല. 2020 വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും നിയമനം വിമുഖമായതിനാൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തുടർന്ന് SNDP സംരക്ഷണ സമിതി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായി 2022 ഹൈക്കോടതി യോഗം അംഗങ്ങൾക്കെല്ലാം വോട്ടവകാശം എന്ന ചരിത്രവിധി പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോടതി വിധിക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സെക്രട്ടറി വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ കമ്പനി നയപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനയായിട്ടുള്ള SNDP യോഗത്തിൽ പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായമില്ല. പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായം മാറി എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള വിധിയാണ് 2022 ഉണ്ടായിട്ടുള്ളത്. ആ വിധിക്കനുസരിച്ച് ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭാരവാഹിത്തിൽ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിയോ മറ്റുള്ളവരോ തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റും അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, കമ്പനി നയപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള SNDP യോഗം വർഷാവർഷം
അവരുടെ വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. തുടർച്ചയായിട്ട് 3 വർഷത്തിലധികം സമർപ്പിക്കാതിരുന്നാൽ SNDP യോഗം ഭാരവാഹികൾ അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതാണ്. 2013 പൊളിച്ചെഴുതപ്പെട്ട കമ്പനി നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ കമ്പനി ഡയറക്ടറായിട്ടുള്ള ഭാരവാഹികൾ എല്ലാം DIN നമ്പർ നിർബന്ധമായിട്ടും എടുക്കേണ്ടത്. DIN എന്ന് പറയുന്നത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. 2013 കമ്പനി നിയമത്തിലാണ് DIN നമ്പർ ആവശ്യമായിട്ട് വന്നത്. ഈ DIN നമ്പർ ഇല്ലാത്തത് കൊണ്ട് SNDP യോഗത്തിലെ ഭൂരിഭാഗം ഡയറക്ടർമാർ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഭൂരിഭാഗം അംഗങ്ങൾക്കും DIN നമ്പർ ഇല്ല എന്നുള്ളതാണ് പരാതിയിൽ കണ്ടെത്തിയത്. വൈസ് പ്രസിഡൻ്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് 2 DIN നമ്പറാണ്. ഒരാൾക്ക് 2 പാസ്പോർട്ട് എടുക്കുന്ന മാതിരിയാണ്, കുറ്റകരമായിട്ടുള്ളതാണ്. അപ്പം DIN നമ്പർ ഇല്ലാത്തതുകൊണ്ടും ഇവരെ അയോഗ്യത കൽപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും സംരക്ഷണ സമിതി ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രസേനും അതുപോലെ തന്നെ പ്രൊഫസർ സാനുമാഷും കൊടുത്ത വിധിയിൽ വാദം കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമമായിട്ട് വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത്. SNDP യോഗം ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. കമ്പനി നിയമപ്രകാരം പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായമില്ല. കമ്പനി നിയമപ്രകാരം SNDP യോഗം ഭാരവാഹികൾ വർഷാവർഷം വരവ് ചെലവ് കണക്കുകളും ബാക്കി പത്രവും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി രജിസ്ട്രാർക്ക് റിട്ടേൺ സമർപ്പിക്കണം. 2013 പുതുക്കിയ കമ്പനി നിയമപ്രകാരം SNDP യോഗം 3 വർഷം തുടർച്ചയായി വാർഷിക റിട്ടേൺ കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കാതിരുന്നതിനാലും ഭൂരിഭാഗം ഡയറക്ടർമാർക്കും ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്തതുകൊണ്ടും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഫസർ സാനു മാസ്റ്ററും സംരക്ഷണ സമിതി ചെയർമാൻ ചന്ദ്രസേനനും ഫയൽ ചെയ്ത കേസിൽ 1 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് യോഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞിരുന്നുവെങ്കിലും പരാതിക്കാർ ആവശ്യപ്പെട്ട പ്രകാരം മുഴുവൻ അംഗങ്ങളുടെയും വോട്ടർ പട്ടിക തിരിച്ചറിയൽ കാർഡ് നമ്പർ സഹിതം 1 മാസത്തിനകം തയ്യാറാക്കാൻ യോഗം സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി ശാഖകളിലെ അംഗത്വ ലിസ്റ്റ് ക്രമീകരിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് രാമകൃഷ്ണൻ ചെയർമാനായ 5-അംഗ സമിതിയെ ഹൈക്കോടതി നിയമിച്ച് ഉത്തരവായിട്ടുള്ളതുമാണ്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ MP രാജൻ, ജില്ലാ സെക്രട്ടറി MV വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ അജിത് E, വർക്കിംഗ് ചെയർമാൻ രാജീവ് എന്നിവരും പങ്കെടുത്തു. കാഞ്ഞിരോട് പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം ഡിസംബർ 1 മുതൽ 6 വരെ നടക്കും. ഡിസംബർ 3 വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയെടുത്ത് മഠത്തിൽ ഈശാനന്ദൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടക്കും. ഉത്തര കേരളത്തിലെ തന്നെ അപൂർവം നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം. ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയിൽ കുടികൊള്ളുന്ന ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമിയുടെ അപൂർവ പ്രതിഷ്ഠാഭാവം സർവജ്ഞനായ ഭഗവാൻ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ദേശത്തെയും ഭക്തരെയും രക്ഷിച്ചു വരുന്ന ക്ഷേത്രമാണ് പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. ഉത്തര കേരളത്തിലെ തന്നെ അപൂർവം നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രമെന്നും ഈ വർഷത്തെ ആഘോഷ പരിപാടികളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ക്ഷേത്ര പ്രസിഡന്റ് C. ശ്രീധരൻ നമ്പ്യാരും ക്ഷേത്രം സെക്രട്ടറി P. ദിലീപ് കുമാറും പറഞ്ഞു. ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമിയുടെ അത്യപൂർവമായ പ്രതിഷ്ഠാഭാവമുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. ഈ വർഷത്തെ ഉത്സവം ഡിസംബർ 1 മുതൽ ഡിസംബർ 6 വരെ വളരെ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഡിസംബർ 1 തീയതിയാണ് 1 മുതൽ 6 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയെടുത്ത് മഠത്തിൽ ഈശാനന്ദൻ നമ്പൂതിരിപ്പാടാണ്. കൂടാതെ എല്ലാ കർമ്മങ്ങൾക്കും മുഖ്യ കാർമ്മികത്വം മേൽശാന്തിയായ ശ്രീ PA വാസുദേവൻ നമ്പൂതിരി അവർക്കുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ കാട്ടുമാടം കുറുമാക്കുളിലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ. ഇവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉത്സവത്തിന് എല്ലാ ദിവസവും 1 തീയതി വൈകുന്നേരം ആരംഭിച്ച് എല്ലാ ദിവസവും ഈ 5 ദിവസവും ഉച്ചക്കും വൈകുന്നേരവും രാവിലെയും ഒക്കെ 3 നേരവും നല്ല സദ്യ തന്നെയാണ് ഭക്തജനങ്ങൾക്ക് നമ്മളിവിടെ പ്രസാദ സദ്യ നൽകുന്നത്. ഡിസംബർ 1 വൈകുന്നേരം 4 മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര കുടിക്കുമുട്ട കനിക്കോട്ടുകാവ് പരിസരത്തു നിന്നും പുറപ്പെടും. വൈകുന്നേരം സാംസ്കാരിക സദസ്സ് സിനിമാ താരം അമർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേശവാസികളുടെ കലാപരിപാടികൾ. ഡിസംബർ 2 പുലർച്ചെ 4 മണിക്ക് ഗ്രാമ പ്രദക്ഷിണം, 11 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, വൈകുന്നേരം 7 മണിക്ക് ഭക്തിഗാനസുധ. ഡിസംബർ 3 വൈകുന്നേരം 7 മണിക്ക് കൊടിയേറ്റം, തുടർന്ന് തിരുനൃത്തം. ഡിസംബർ 4 വൈകുന്നേരം 7 മണിക്ക് തിരുനൃത്തം, 8 മണിക്ക് ഓട്ടം തുള്ളൽ,
ഡിസംബർ 5 പകൽ 11:30 ആധ്യാത്മിക പ്രഭാഷണം, 6:30 തിരുനൃത്തം, ഡിസംബർ 6 രാവിലെ 7 മണിക്ക് ആറാട്ട്, തുടർന്ന് കൊടിയിറക്കൽ, ഭജന, ആധ്യാത്മിക പ്രഭാഷണം എന്നിവയും നടക്കും. ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയോടെ ഉത്സവ സമാപനമാകും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7160, പവന് 57,280 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചരക്ക് ലോറി സമരം പിൻവലിച്ചു. ഒത്തുതീർപ്പ് സംയുക്ത സമരസമിതി ഡീലേഴ്സുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉടമകൾ. നാളെ മുതൽ ചരക്ക് നീക്കം ആരംഭിക്കും. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ കടിച്ച പട്ടിക്ക് പേ വിഷബാധ. സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിൽ. തെരുവ് നാശല്യം പരിഹരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കും. ജോലി നേടിയ ഭിന്നശേഷിക്കാർക്ക് തണലിന്റെ അനുമോദനം. ചടങ്ങ് ഡിസംബർ 2 അവേര കിത്മ തണൽ വീട്ടിൽ. ആദരവ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ ദാതാക്കൾക്കും. ഒപ്പം പുതിയ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.